ഞങ്ങളുടെ പുതിയ പാട്ട് അത് കൃഷ്ണതുളസി എന്ന ശ്യാമ തന്നെ പാടണം. ശ്യാമയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? സന്തോഷമുള്ളൂ സർ. നിങ്ങൾ രണ്ടുപേരും എന്നോട് കാണിച്ച കാരുണ്യം അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാൽ അഡ്വാൻസ് കൊടുത്തോളൂ. ഇതും ഐശ്വര്യമായി മേടിച്ചോളൂ. അടുത്ത നമ്മുടെ പാട്ടും ഇതിനേക്കാൾ ഹിറ്റാകട്ടെ. കൃഷ്ണ റെക്കോർഡിംഗ് ഡേറ്റ് ഞങ്ങൾ പുറകെ അറിയിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങിയാണ്, കുറച്ച് തിരക്കുണ്ടേ. ഓ എന്റെ കണ്ണ, നീ എന്റെ വിഷമം അറിഞ്ഞു. അഖിലേട്ടന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിരിക്കുമായിരുന്നു ശ്യാമേച്ചി. നമ്മുടെ കണ്ണനാ ഇപ്പൊ സഹായിച്ച്. എന്റെ കൃഷ്ണ, എല്ലാം നിന്റെ കാരുണ്യം. എന്റെ കണ്ണ, നീ എന്റെ മനസ്സറിഞ്ഞല്ലോ. കൃത്യസമയത്ത് തന്നെ അവരിവിടെ എത്തിച്ചില്ലേ. എന്റെ വിഷമമൊക്കെ മാറി കണ്ണ. എനിക്ക് സമാധാനായി. എന്റെ എല്ലാ സങ്കടങ്ങളും ഒറ്റ ദിവസം കൊണ്ട് നീ എനിക്ക് സന്തോഷാക്കി തന്നില്ലേ. ഇനി എന്റെ അഖിൽ സാറിനും ഒരു ചെറിയ സമ്മാനം എനിക്ക് കൊടുക്കാലോ. എന്റെ കണ്ണോട് എല്ലാത്തിനും ഞാൻ എങ്ങനെയാ നന്ദി പറയാ? നിന്നോടൊപ്പം എന്നും ഞാനുണ്ടല്ലോ. എന്റെ കണ്ണനിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയല്ലേ നിന്റെ ഈ ശ്യാമ. വിളിക്ക് നിന്റെ പ്രിയപ്പെട്ടവളെ. വിളിക്കാൻ. ആരെ? നിനക്ക് അത്രയും പ്രിയപ്പെട്ടവൾ അവളല്ലേ, ആ ശ്യാമ. ഫോൺ എടുത്ത് അവളെ വിളിക്കാൻ. അതെന്തിനാന്നാ ഞാൻ ചോദിക്കുന്നേ? നീ ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഞാൻ എന്തിനാ വിളിക്കണ്ടേ അത് പറയേ. ശ്യാമയെ വിളിച്ച് എനിക്ക് അവളെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയ. അതെന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ദേ, ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. പറയുന്നത് മാത്രം നീ അനുസരിച്ചാ മതി. വിളിക്കടി, വിളിക്കാൻ. ഹലോ അശ്വതീച്ചി, പറഞ്ഞോ. ആ, അത് ശ്യാമേ.
എന്താ ചേച്ചി, എന്താ കാര്യം? അത് നീ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരുമോ? അല്ല, എന്തു പറ്റി? അല്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടാ. എന്താ കാര്യം അത് പറയേ. അത് ഞാൻ വിളിച്ചു. ഹലോ ഹലോ, കട്ടായല്ലോ. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും അശ്വതീച്ചൊന്ന് കാണാം. എന്താ കാര്യമെന്നറിയാലോ. എന്താ എന്താ ചേച്ചി, എന്താ കാണണമെന്ന് പറഞ്ഞേ? എനിക്കാ നിന്നെ കാണണമെന്ന് പറഞ്ഞേ. നിങ്ങളെ രണ്ടാളെ ഒരുമിച്ചൊരു സ്ഥലത്ത് കിട്ടാൻ കുറെ നാളായി ഞാൻ ശ്രമിക്കുന്നതാ. പക്ഷേ ഇന്ന് ആ സന്ദർഭം ഒത്തുവന്ന്. ഇനി പറയും, കേൾക്കട്ടെ. എന്താ ഇനി രണ്ടാളുടെയും പ്ലാൻ? കുറെ നാളായി രണ്ടാളും കൂടി ഒത്തൊരുമിച്ച് കുടുംബം തകർക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. ഇവൾ അരുണിന്റെ ജീവിതം തകർത്തേ അടങ്ങുന്നുള്ള പിടിവാശിയില്ല. പിന്നെ നീ എന്റെ അഖിയെ തട്ടിയെടുത്ത് ഇപ്പൊ എനിക്കെതിരാക്കി. ഇപ്പൊ എന്റെ ആദി അരുണും തമ്മില് തല്ലാൻ തുടങ്ങി. കുടുംബത്തിലുണ്ടായിരുന്ന സമാധാനം പോയി കിട്ടി. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആരുടെയും മുന്നിൽ യാചിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടാളോടും അത്രയ്ക്ക് താഴ്മയായിട്ട് പറയാ. എന്നെയും എന്റെ കുടുംബത്തെയും ഇനി ദ്രോഹിക്കരുത്. അമ്മ കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെയാ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാര്യങ്ങൾ ശരിക്കറിഞ്ഞിട്ട് അത്രമാത്രം അനുഭവിച്ചിട്ടാ ഞാൻ നിങ്ങൾ രണ്ടാളെ ഒരുമിച്ച് കാണാൻ വന്നേ. അതമ്മ ഞാൻ പറയുന്നേ. വേണ്ട, വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. എനിക്ക് നിങ്ങൾ രണ്ടാളോടും ഒരു അഭ്യർത്ഥനയുള്ളൂ. എന്റെ അരുണിന്റെ അഖിയുടെയും ജീവിതത്തിൽ നിന്ന് രണ്ടാളും ഒന്ന് ഒഴിഞ്ഞു പോണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. അഖിൽ സാറിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണമെന്നാണോ അമ്മ പറയുന്നത്? അതെ, നീ എന്റെ അഖിയെ എനിക്ക് തിരിച്ചു തരണം. ഇവൾ അരുണിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ശല്യമാകരുത്. എല്ലാ അമ്മമാരും സ്നേഹിച്ച് ലാളിച്ചും തന്നെയാ ആൺമക്കളെ വളർത്തുന്നത്. അവര് വലുതായി വിവാഹം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവര് ഭാര്യമാർക്കും കൂടി ഉള്ളതാ. അമ്മ ശരിക്കും അമ്മയുടെ അഖിമോനെ സ്നേഹിക്കുന്നുണ്ടല്ലോ. അതുപോലെയാ എന്നെയും അശ്വതിയേച്ചിയും ഞങ്ങളുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നത്. ആണോ പെണ്ണോ ആയിക്കോട്ടെ, പക്ഷെ അച്ഛനും അമ്മയ്ക്കും അവര് തുല്യരാ. പെൺമക്കളുടെ കണ്ണീര് വീണാലും അവരുടെ മനസ്സ് നോവും. അന്ന് അമ്മ ഇങ്ങനെ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഈ അശ്വതീച്ചിക്ക് ഈ ഗതി വരില്ലായിരുന്നു അമ്മ.
ഇത്രയും കാലം കുടിച്ച കണ്ണീരിന്റെ കണക്ക് പറയാൻ ഇവരിതുവരെ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത്രയും വിഷം ഉള്ളിൽ വെച്ചിട്ടാ നീ ഇത്രയും കാലം നടന്നതല്ലേ? ഇപ്പൊ ഉറപ്പായി. ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഇതിനെല്ലാം പിന്നില് നീയാ. നീ ഒരൊറ്റ ഒരുത്തിയാ. ഇനി ഞാൻ ക്ഷമിക്കില്ല, ഓർക്കില്ല. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അത് ശ്യാമേ, എങ്കിലും എനിക്ക് വേണ്ടി നീ വെറുതെ എന്റെ കാര്യം പോട്ടെ. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിയോട് ഒരു വെറുതെ കേട്ടിട്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാനായില്ല ചേച്ചി. ശ്യാമേ, നിന്നെ ഓർത്ത് എനിക്കിപ്പോ വല്ലാത്ത ഭയം തോന്നാ. അവനെ നോവിച്ച് വിട്ടിരിക്കുക ശ്യാമ. സൂക്ഷിക്കണം, ഇനി കൂടുതൽ സൂക്ഷിക്കണം. എന്റെ അനുഭവം കൊണ്ട് പറയാ. മണിയണ്ട, നീ ഇഞ്ചി നുറുക്കി വെച്ചോ? ഇല്ല. എന്നാ വേഗം പോയി അത് ചെയ്യേ. ആ പാത്രമെല്ലാം ശരിക്കും വൃത്തിയാക്കണം കേട്ടോ. അയ്യോ, അതിന് നോവും അമർത്തി തേക്കടോ. ഫോൺ വിളിക്കാൻ കണ്ട സമയം. അതൊന്ന് മാറ്റി വെച്ചേ, അല്ലേ സ്വിച്ച് ഓഫ് ചെയ്യ്. പറയുന്ന കേക്ക്. എല്ലാവരും ഒരേ മനസ്സോടെ നിന്നെങ്കിലേ പറ്റൂ. ചടയെന്നെല്ലാം തീർക്കണം. ശ്യാമയ, എന്നെ കാണാത്തോണ്ട് വിളിക്കുക. എന്ത് സ്വപ്നം കണ്ടിരിക്കുക? തേക്കടോ. ആ ഫോണിങ് തന്നെ ഇതാ. ചേട്ടാ ചേട്ടാ, ഫോണാ തടസ്സമെങ്കിലേ ചേട്ടാ. തൽക്കാലം എന്റെ ഇരിക്കട്ടെ. ജോലി വേഗം. വെറുതെ അല്ല പറഞ്ഞ രൂപ വരുന്നത്, അതിനുള്ള ജോലി ചെയ്യണം. ചെയ്യാം. പെട്ടെന്ന് ഇതൊന്നും തീർത്ത് അകത്തേക്ക് വാ. ശർക്കര ഉരുട്ടിക്കുള്ള കായ നൂർക്കണം. പിന്നെയും പിടിപ്പത് ജോലിയുണ്ട്. വേഗം വാ. അഖിലും ശ്യാമയും ഇന്നേ തന്നെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അത് നാളെ വെഡിങ് ആനിവേഴ്സറി സമയത്ത് അവരുടെ എത്തുമെന്നാണ് തോന്നുന്നത്. അവരിവിടെ ഇല്ലെങ്കിൽ എന്താ, വേണ്ട ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ നടക്കും. പക്ഷെ അവര് കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ സന്തോഷമായേനെ. താനിവിടെ ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? നാളെ അഖിക്കും ശ്യാമയ്ക്കും എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഞാൻ ചിന്തിക്കുന്നത്. ഇഷ്ടമുള്ളത് കൊടുത്തോളൂ.
അപ്പോ വസുവിന് അഭിപ്രായമൊന്നുമില്ലേ? ആനന്ദേട്ടന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് കൊടുത്തോളൂ, അതിൽ എന്നെ ഉൾപ്പെടുത്തണ്ട. അതല്ലല്ലോ എന്റെ രീതി. ആദിയുടെയും അരുണിന്റെയും എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും താനാ ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നത്. അഖിയുടെ കാര്യത്തിലും ആ പതിവ് ഞാൻ തെറ്റിക്കുന്നില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്, അത് ഞാൻ മാത്രം കൊടുത്തോണം. നമ്മൾ രണ്ടാളും കൂടി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതല്ലേ നല്ലത്. അഖിയുടെ കാര്യത്തിൽ അത് പറ്റില്ല. അവന് കൊടുക്കുന്ന ഗിഫ്റ്റിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രം ഉള്ളതാ. അത്രയും വിലപിടിപ്പുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാ ഞാൻ അവന് കൊടുക്കാൻ പോന്നെ. നാളെ എനിക്ക് കുറച്ച് നേരത്തെ എണീക്കണം, ഒരു ഫംഗ്ഷന് പോകാനുള്ളതാ. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി അമ്മേ. കണ്ടോ വസുവിന്റെ മാറ്റം കണ്ടോ? ശ്യാമയെന്ന് കേട്ടാൽ അപ്പൊ ദേഷ്യപ്പെട്ടിരുന്ന ആളാ. ഇപ്പൊ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാന്ന്. അതിന്റെ ക്രെഡിറ്റ് ഒറ്റയ്ക്ക് കിട്ടണോ? എന്തു മാറ്റമായത്. നാളെ ഫംഗ്ഷൻ കൂടി കഴിയുമ്പോ വസുന്ധര ഫ്ലാറ്റ്. ശ്യാമയാക്കിയ പിന്നെ ഈ വീട്ടിൽ നിന്ന് വിടില്ല. നോക്കിക്കോ. എനിക്കറിയാം, ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അമ്മ. ചെറിയൊരു മുൻകോപം, ചെറിയൊരു പിടിവാശി, പക്ഷെ മനസ്സ് ശുദ്ധമാ. നോക്കിക്കോ, നാളത്തെ ഫംഗ്ഷൻ ഈ കുടുംബത്തിൽ സ്നേഹത്തിന്റെ പുതിയ തുടക്കമായിരിക്കും. എടുക്കുന്നില്ലല്ലോ, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. അഖിൽ എന്നും കൃത്യസമയത്ത് വരാറുള്ളതാണല്ലോ മോളെ. സമയം എത്രയായി? ഇന്നിപ്പോ ഇത് എവിടെ പോയതാ? ഫോണെങ്കിലും ഒന്ന് എടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനമായേനെ. മോളെ, എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം, അല്ലാതെ ഈ പറ്റില്ല. പാതിരാത്രി ഇത് എവിടെ പോയി അന്വേഷിക്കാനോ വാസുവേട്ടാ? എനിക്കാകെ പേടിയാവുന്നു. മോളെ, ഇനി പച്ചക്കറിക്ക് അത്യാവശ്യമായിട്ട് രാത്രി വല്ല ഓർഡർ വന്നിട്ട്. എന്നാലും ഫോൺ എടുക്കുമല്ലോ അച്ഛാ. എന്തായാലും ഞാൻ അശ്വതി ചേച്ചി ഒന്ന് വിളിക്കാം, എന്തെങ്കിലും വിവരമുണ്ടോന്ന് അറിയാലോ. ശ്യാമയാണല്ലോ. എന്താ ശ്യാമ ഈ നേരത്ത്? ചേച്ചി, സാറിനെ കണ്ടായിരുന്നോ? അഖിൽ സാർ വിളിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? എന്താ അഖിലിന് എന്തു പറ്റി? അറിയില്ല, സാർ ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല ചേച്ചി. ഇനിയാ വസുന്ധര? എന്താ ചേച്ചി പറ. ഞാൻ പറഞ്ഞില്ലേ അവരെ സൂക്ഷിക്കണമെന്ന്. മകനെ സ്വന്തമാക്കാൻ വേണ്ടി അവരാളെ വെച്ച് പിടിച്ചോണ്ട് പോകാനും മടിക്കില്ല. എന്റെ അനുഭവം അതാട്ടോ. ഞാൻ അതുകൊണ്ട് പറഞ്ഞതാ, ശ്യാമ സൂക്ഷിക്കണം. എന്റെ കൃഷ്ണ കാത്തോണേ. മോളെ, എന്താ? അല്ല, വസുന്ധരാമ്മ ചിലപ്പോ. കൃഷ്ണ,
വന്നില്ലേ? ഇല്ല വന്നില്ല